കെ.ജെ. ഷൈൻ ടീച്ചർക്കെതിരെ അപവാദം പ്രചരിപ്പിച്ച കേസിൽ പ്രതി ഷാജഹാൻ മെമ്മറി കാർഡ് ഹാജരാക്കി. വീഡിയോ എഡിറ്റ് ചെയ്ത് സൂക്ഷിച്ച മെമ്മറി കാർഡാണ് അന്വേഷണ ഉദ്യോഗസ്ഥന് മുൻപാകെ ഹാജരാക്കിയത്. ഇയാളുടെ വീട്ടിൽ നടത്തിയ പരിശോധനയിൽ മെമ്മറി കാർഡ് കണ്ടെത്താനായിരുന്നില്ല. കെ.എം. ഉമേഷ് ചേരുന്നുണ്ട് വിവരങ്ങൾ നൽകാൻ. ഉമേഷ്, വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? അസിത, ഈ ഷാജഹാനെ ഏതാണ്ട് 2-2.5 മണിക്കൂറോളമായി ആലുവ സൈബർ ക്രൈം പോലീസ് സ്റ്റേഷനിൽ ചോദ്യം ചെയ്തു വരികയാണ്. ഇതിനിടയിലാണ് ഈ ഷാജഹാൻ തന്നെ ഈ പ്രധാനപ്പെട്ട ഒരു മെമ്മറി കാർഡ് പോലീസിന് മുൻപാകെ ഇപ്പോൾ ഹാജരാക്കിയിരിക്കുന്നത്. ഇതിൽ ഈ അപവാദ വീഡിയോ എഡിറ്റ് ചെയ്ത് സൂക്ഷിച്ച മെമ്മറി കാർഡാണ് ഇത്. നേരത്തെ ഈ ഷാജഹാൻ്റെ തിരുവനന്തപുരത്തുള്ള വീട്ടിൽ പോലീസ് വളരെ വിശദമായ പരിശോധന നടത്തുകയും ഷാജഹാൻ്റെ ഫോൺ പിടിച്ചെടുക്കുകയും ചെയ്തിരുന്നു. ഷൈൻ ടീച്ചർക്കെതിരെ അപവാദം പ്രചരിപ്പിക്കാനായി സാമൂഹ്യ മാധ്യമങ്ങളുടെ അപവാദം പ്രചരിപ്പിക്കാനായി ഉപയോഗിച്ച ഫോണാണ് പോലീസ് പിടിച്ചെടുത്തിരുന്നത്. പക്ഷേ അതിൽ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നില്ല. ഈ സാഹചര്യത്തിലാണ് ഇന്നിപ്പോൾ മെമ്മറി കാർഡ് ഷാജഹാൻ തന്നെ പോലീസിന് കൈമാറിയിരിക്കുന്നത്. പോലീസ് അത് വിശദമായി പരിശോധിച്ച് വരികയാണ്. ഇയാളെ വിശദമായി ചോദ്യം ചെയ്തു വരുന്നുമുണ്ട്. ഈ ഷാജഹാൻ്റെ അറസ്റ്റ് ഇന്ന് സാധ്യത കുറവാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കാരണം ഇയാളുടേത് ഉൾപ്പെടെ ഈ സമൂഹ മാധ്യമ അക്കൗണ്ടുകളുടെ വിവരങ്ങൾ തേടി മെറ്റയ്ക്ക് പോലീസ് കത്ത് നൽകിയിരുന്നു. അതുകൊണ്ട് ഈ അപവാദം പ്രചരിപ്പിച്ച അക്കൗണ്ടുകളുടെ ഉടമകൾ അവർ തന്നെയാണ് എന്ന് മെറ്റയിൽ നിന്ന് മറുപടി ലഭിക്കുന്ന മുറയ്ക്ക് ശാസ്ത്രീയമായി അത് സ്ഥിരീകരിക്കാൻ പോലീസിന് കഴിയും. അതിനുശേഷം അത്തരമൊരു നടപടിയിലേക്ക് നീങ്ങാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ ഇന്ന് ചോദ്യം ചെയ്ത് ഷാജഹാനെ വിട്ടയക്കാൻ സാധ്യതയുണ്ട്. മറ്റൊരു ദിവസം വീണ്ടും ഹാജരാകാൻ നിർദ്ദേശിച്ച് വിശദമായ ചോദ്യം ചെയ്യലിനൊടുവിൽ നടപടിയിലേക്ക് പോവുക എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പോലീസ് തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. ഏതായാലും നിർണായകമായൊരു തെളിവ് ഇപ്പോൾ പോലീസിന് കിട്ടി എന്ന് വേണമെങ്കിൽ ഈ ഘട്ടത്തിൽ പറയാം. ഈ ഷാജഹാൻ മാത്രമല്ല ഇതിലെ പ്രധാനപ്പെട്ട ഒന്നാം പ്രതിയായ ഗോപാലകൃഷ്ണനുണ്ട്. ഇയാളെ ചോദ്യം ചെയ്യാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല. അയാളെ ചോദ്യം ചെയ്യാൻ ഹാജരാകാൻ നിർദ്ദേശിച്ച് ഇന്നലെ ഹാജരാകാൻ നിർദ്ദേശിച്ച് പോലീസ് നോട്ടീസ് നൽകിയിരുന്നു. പക്ഷേ അയാൾ മുൻകൂർ ജാമ്യം തേടി കോടതിയെ സമീപിക്കുകയായിരുന്നു. ഈ സാഹചര്യത്തിൽ മുൻകൂർ ജാമ്യാപേക്ഷയെ ശക്തമായി എതിർക്കാൻ പോലീസ് തീരുമാനിച്ചിട്ടുണ്ട്. മുൻകൂർ ജാമ്യാപേക്ഷ എതിർത്തുകൊണ്ട് കോടതിയിൽ പോലീസ് റിപ്പോർട്ട് നൽകുകയും ചെയ്യും. മൂന്നാം പ്രതിയായ യാസിർ എടപ്പാളിനും നോട്ടീസ് നൽകിയിട്ടുണ്ട്. പക്ഷേ അയാൾ വിദേശത്താണ്. അതുകൊണ്ട് 1-2 ദിവസം കാത്തിരുന്ന ശേഷം ലുക്കൌട്ട് സർക്കുലർ പുറത്തിറക്കാനും പോലീസ് തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ ഇതിലെ ഓരോ പ്രതികൾക്കെതിരെയും ശക്തമായ നടപടി, അത് ഓരോ ഘട്ടമായ ചോദ്യം ചെയ്യലിനൊടുവിൽ അറസ്റ്റ് അടക്കമുള്ള നടപടികളിലേക്ക് പോവുക എന്നുള്ളത് തന്നെയാണ് പോലീസ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത്. ശരി ഉമേഷ്, കെ.എം. ഉമേഷാണ് വിവരങ്ങൾ നൽകി.